കൂടുതൽ ആളുകൾ CPM BJPയിലേക്ക് എത്തുമോ? ഉറപ്പായിട്ടെത്തും. ഈ നേരത്തെ നിങ്ങൾ സംഘടനാ നടപടി ഉണ്ടായ സമയത്ത് തന്നെ BJP നേതാക്കളുമായി ചർച്ച നടത്തി BJPയിലേക്ക് പോകാൻ അതൊന്നും ഇല്ല അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. ഏതാ അത് ഞാൻ വെക്കും, ഉടനെ തന്നെ വെക്കും. ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കുറെ വർഗീയവാദികളും തീവ്രവാദികളും സമീപനമുള്ളവരാണ് ഈ പാർട്ടിയിലേക്ക് കയറുകയാണ്. അവർ ഈ പാർട്ടി ഹൈജാക്ക് ചെയ്യാണ്. അതിന്റെ ഭാഗമാണ് G. സുധാകരൻ സാറിന് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ. അതെനിക്കറിയില്ല, അവർക്ക് ബോധ്യപ്പെടേണ്ടതല്ലേ, ബോധ്യപ്പെടുന്നില്ല. അതൊരു 2 വർഷം മുമ്പുള്ള കാര്യം, അത് കോടതിയിലുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് കുറിച്ച് അഭിപ്രായം പറയുന്ന മോശം. ഏതാ പരാതി 2 വർഷം മുമ്പുള്ള സസ്പെൻഷൻ 2 വർഷം മുമ്പ്. അതിന്റെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എന്റെ പാർട്ടി തിരിച്ചെടുത്ത് ഞാൻ ഇപ്പൊ പാർട്ടിയിലുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പം കളഞ്ഞല്ലോ, മെമ്പർഷിപ്പ് ഞാൻ ഉപേക്ഷിച്ചല്ലോ. അങ്ങനെ രാജിവെക്കലില്ലല്ലോ, CPM-നകത്ത് രാജിവെക്കലില്ല. അതിപ്പോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനമല്ല, അത് ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇലക്ഷൻ മുമ്പ് കത്ത് കൊടുത്തു, സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്നേ. അതിനകത്തെല്ലാം കൃത്യമായി എഴുതിയിട്ടുള്ളതാ. ഒരു 8 മാസം മുമ്പ് ആ കത്തെല്ലാം പുറത്തു വന്നു. ഞാൻ കൊടുത്ത കത്തെല്ലാം പുറത്തു വന്നായിരുന്നല്ലോ. അത് ചാനലുകാരെല്ലാം വിവാദമാക്കിയായിരുന്നല്ലോ. അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതോ ഇനിയിപ്പോ അതിനകത്തൊന്നും കാര്യമില്ലല്ലോ. BJPയുടെ അവസ്ഥ ദയനീയമല്ലല്ലോ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ ദയനീയമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് മാറ്റം ഏതാ 10,000 വോട്ടൊന്നും കുറഞ്ഞില്ലല്ലോ. അങ്ങനല്ലല്ലോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ അവസ്ഥ അതല്ലല്ലോ. ആണോ? അല്ല. പാലക്കാട് ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പല്ലേ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് BJPക്ക് മുന്നേറ്റമല്ലേ ഉണ്ടായത്. അതൊരു ഉപതെരഞ്ഞെടുപ്പിൽ അത് നമുക്ക് കണക്കാക്കേണ്ട കാര്യം, അതൊരു പാർട്ടിയുടെ വളർച്ചയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്നെക്കാട്ടി അറിയാം, എന്നെക്കാട്ടി രാഷ്ട്രീയം അറിയാവുന്നവരാ നിങ്ങള്. അതെ, മതനിരപേക്ഷത CPM-ന് നഷ്ടപ്പെട്ടു. അല്ലല്ലോ, ജനാധിപത്യ പാർട്ടി അല്ലല്ലോ, തീവ്ര സ്വഭാവമുള്ള പാർട്ടിയിലേക്കല്ലല്ലോ പോകുന്നത്. രാജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്രവാദ പാർട്ടിയാന്ന് പറയാൻ പറ്റുമോ? അങ്ങനൊന്നുമില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല.